ഒരു വലിയ രാജ്യം, ആ രാജ്യത്തൊരു രാജാവുണ്ട്, ഒരു മന്ത്രിയുണ്ട്, ഒരുപാട് ഇമ്പീരിയൽ സോൾജേഴ്സ് അടങ്ങുന്ന ഒരു ആർമിയുണ്ട്, ആൻഡ് ഈ ഒരു രാജ്യത്തിനൊരു ക്യാപിറ്റൽ സിറ്റി ഉണ്ട്. അപ്പോൾ ടാറ്റ്സുമി എന്ന് പറയുന്ന പയ്യൻ തൻ്റെ ഗ്രാമത്തിലുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ഒരു ഇമ്പീരിയൽ സോൾജറായിട്ട് മാറുവാൻ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോവുകയാണ്. ക്യാപിറ്റൽ സിറ്റിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മുടെ ടാറ്റ്സുമി അറിയുന്നത് ഒരു ഇമ്പീരിയൽ സോൾജറായിട്ട് മാറുക എന്ന് പറയുന്നത് അത്രയ്ക്കും സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ആൻഡ് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാലേ ഈ ഒരു ഇമ്പീരിയൽ സോൾജറായിട്ട് മാറുവാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഒരുപാട് പ്രതീക്ഷയോടെ വന്ന ടാറ്റ്സുമിക്ക് അതൊരു വലിയ നിരാശയാണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചടിയാണ് കൊടുത്തത്. ആൻഡ് ടാറ്റ്സുമി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പെണ്ണ് വന്നിട്ട് ടാറ്റ്സുമിയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, പൈസ അടക്കം എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. ആൻഡ് എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരിക്കുക, അതായത് രാത്രി വന്നിരിക്കുന്ന സമയത്ത് ടാറ്റ്സുമി ആ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു നോബിൾ ഗേൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ്. ഒരു വലിയ റിച്ച് ആയിട്ടുള്ള ഒരു റോയൽ ഫാമിലിയിലെ മെമ്പറാണ് ഈ ഒരു പെൺകുട്ടി. ഈ ഒരു പെൺകുട്ടി വന്നിട്ട് നമ്മുടെ ടാറ്റ്സുമിയെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കൊട്ടാരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ടാറ്റ്സുമി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണി കിട്ടിക്കഴിഞ്ഞിട്ട് ടാറ്റ്സുമിക്ക് ഒരു കൊട്ടാരത്തിൽ വന്ന് താമസിക്കുവാൻ സാധിക്കും. ആൻഡ് ആ ഒരു പെൺകുട്ടി അവിടുത്തെ ഇമ്പീരിയൽ സോൾജറായിട്ട് മാറാൻ വേണ്ടി ടാറ്റ്സുമിയെ ഹെൽപ്പ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന, അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെയും ഒരു പേടി സ്വപ്നമായിട്ടുള്ള ഒരു അസാസിൻ ഓർഗനൈസേഷൻ നിലനിൽപ്പുണ്ട്. ഈ ഒരു അസാസിൻ ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് തന്നെ പറയുന്നത് ആ ഒരു രാജ്യത്തുള്ള പ്രധാനപ്പെട്ട നോബിൾസിനെയും റോയൽ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെയും പ്രധാനപ്പെട്ട ഇമ്പീരിയൽ സോൾജേഴ്സിനെയൊക്കെ കൊല്ലുക എന്നുള്ളതാണ്. ഈ ഒരു അസാസിൻ ഓർഗനൈസേഷൻ്റെ പേര് നൈറ്റ് റൈഡ് എന്നാണ്. ഈ നൈറ്റ് റൈഡിലെ മെമ്പേഴ്സ് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങിയിട്ട് ഈ ഒരു റോയൽ ഫാമിലിയിലും അതുപോലെ തന്നെ ഇമ്പീരിയൽ സോൾജേഴ്സും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ വന്ന് കൊന്നിട്ട് പോവുകയാണ്. വളരെ വിഷ്യസ് ആയിട്ട്, ഒട്ടും ദയയില്ലാണ്ട്, ഒരു കാരുണ്യം ഇല്ലാണ്ട് അങ്ങ് കൊന്നു തള്ളിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ റോയൽ ഫാമിലിയിലൊക്കെയുള്ള പല മെമ്പേഴ്സിനും വളരെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടാറ്റ്സുമി വന്ന് പെട്ട റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സിനെ ആയിരുന്നു അന്ന് ഈ ഒരു നൈറ്റ് റൈഡ് ടാർഗറ്റ് ചെയ്തത്. കറക്റ്റ് ടാറ്റ്സുമി ആ ഒരു വീട്ടിലുണ്ട്. ആ ഒരു സമയത്താണ് ഇവർ അങ്ങോട്ടേക്ക് വരുന്നത്. ആൻഡ് ആ ഒരു റോയൽ ഫാമിലിയിലുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാ മെമ്പേഴ്സിനെയും കൊല്ലാൻ വേണ്ടി ഇവർ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ടാറ്റ്സുമി ഒരു ഇമ്പീരിയൽ സോൾജറായിട്ട് മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീട്ടിലേക്ക് വന്നേക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കൊട്ടാരത്തിലേക്ക് വന്നേക്കുന്നത്. ആൻഡ് അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ടാറ്റ്സുമി ഈ ഒരു നൈറ്റ് റൈഡിനെതിരെ പോരാടാൻ വേണ്ടി തുടങ്ങുന്നതും ആൻഡ് പിന്നീട് നടക്കുന്ന കാര്യങ്ങളെയും ബേസ് ചെയ്തുകൊണ്ട് പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആനിമയാണ് അക്കമെ ഗ കിൽ എന്ന് പറയുന്നത്. അക്കമെ ഗ കിൽ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, ഒരുപാട് ആൾക്കാരൊന്നും പറയാത്ത ഒരു അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ആനിമയാണ്. ആൻഡ് ഇത് നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. കാരണം ഇത് കാണുന്ന സമയത്ത് ഇത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കും, നമ്മളെ ഒരുപാട് ഞെട്ടിക്കുന്ന കൈൻഡ് ഓഫ് ആനിമ ആയിരിക്കും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പം തന്നെ ഇതിൻ്റെ പ്ലോട്ട് കേട്ടപ്പോൾ തന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള, നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന എല്ലാ കൈൻഡ് ഓഫ് ആനിമേസിൻ്റെ ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റോറി തന്നെ ആയിരിക്കും പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. പക്ഷേ അല്ല. കാരണം ഈ ഒരു ആനിമയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്നാണ്. നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഈ ഒരു ആനിമയെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഇതിൻ്റെ എൻഡിങ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, എൻഡിങ്ങിൽ എന്തായിരിക്കും സംഭവിക്കുക. പക്ഷേ ആ ഒരു എൻഡിങ്ങിലേക്ക് എത്തുന്ന പോയിന്റ് വരെ എന്ത് സംഭവിക്കും, അതിനിടയ്ക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്താലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഈ ഒരു ആനിമെ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഇത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ആനിമെ വളരെ ചുരുക്കമാണ്. ആർക്ക് എന്ത് എങ്ങനെ എപ്പോൾ സംഭവിക്കുമെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ജുജുട്സു കൈസൻ കണ്ടിട്ട് ആ ഒരു ട്രോമയൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് ആക്ച്വലി അക്കമെ ഗ കിൽ കണ്ടത്. ആൻഡ് ഇപ്പം ട്രോമയുടെ ട്രോമ, അതായത് ഡബിൾ ട്രോമയാണ് കിട്ടിയേക്കുന്നത്. അമ്മാതിരി ഐറ്റമാണ്. ഒരു സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഈ ഒരു ആനിമെ വളരെ ഗംഭീരമായിട്ട് തോന്നും. പക്ഷേ മറ്റൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളെ വളരെ ഹർട്ട് ചെയ്യുന്ന, നമ്മളെ വളരെ ഹോണ്ട് ചെയ്യുന്ന ഒരു ആനിമയായിട്ടും തോന്നും. അങ്ങനെ ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് ഫീൽ ഈ ഒരു അക്കമെ ഗ കിൽ എന്ന് പറയുന്ന ആനിമയ്ക്ക് തരുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സംഭവത്തിനെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും, നിങ്ങളൊരു ആനിമെ ലവർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവം മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഈ ഒരു ആനിമയുടെ പോസിറ്റീവ് സൈഡ്സിലേക്ക് നോക്കുവാനാണെങ്കിൽ ഫസ്റ്റ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു വല്ലാത്ത കണക്ഷൻ തോന്നും. അങ്ങനെ ഒരു രീതിക്കാണ് എല്ലാ ക്യാരക്ടേഴ്സിനെയും പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു യുണീക്ക് ആയിട്ടുള്ള അപ്പിയറൻസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഉണ്ട്. അതിനെ വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആസ് യൂഷ്വലി നമ്മൾ ഒരുപാട് ആനിമേസിനകത്ത് കാണുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ്
ക്യാരക്ടേഴ്സ് ലുക്ക് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ഇവർക്ക് വരുന്നതെങ്കിൽ കൂടെ ഇൻ ദി എൻഡ് ഈ ഒരു ക്യാരക്ടേഴ്സിനോട് നമുക്ക് തോന്നുന്ന ഒരു ഇമോഷൻ വളരെ വെറൈറ്റി ആയിരിക്കും. എസ്പെഷ്യലി ഇതിലെ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് കീപ്പ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സിനോട് തോന്നുന്ന അതേ ഫീൽ തന്നെ നെഗറ്റീവ് സൈഡ് ഫീൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനോട് നമുക്ക് തോന്നും. അതായത് എല്ലാ ക്യാരക്ടേഴ്സിനും, വില്ലൻ ആയിക്കോട്ടെ, നായകനായിക്കോട്ടെ, വില്ലൻ സൈഡിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, നായകൻ്റെ സൈഡിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, അവരോടൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇമോഷൻസ് നമുക്ക് തോന്നിയിരിക്കും. മെയിൻ ആയിട്ടുള്ളൊരു വില്ലനുണ്ട്, ആ ഒരു വില്ലൻ ഒഴികെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫ്, അതായത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന, നമുക്കൊരു കണക്ഷൻ തോന്നാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ലൈഫ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനത് വളരെ ഗംഭീരമായിട്ട് തോന്നി. ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. ആസ് യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ആനിമേസിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം, ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം അവരിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായിട്ട് തോന്നി. ആൻഡ് ഇതിനകത്ത് അത്യാവശ്യം വയലൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊരു 18+ ആനിമേ തന്നെയാണ്. കാരണം വയലൻസ് പോരാഞ്ഞിട്ട് കുറച്ച് സെക്ഷൽ കണ്ടൻസും ഇതിനകത്തോട്ട് കയറി വരുന്നുണ്ട്. സോ ആ ഒരു കാര്യം കൂടെ മൈൻഡിൽ വെക്കുക. ആൻഡ് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, വളരെ ഗംഭീരമായിട്ട് വളരെ ഹിറ്റ് ചെയ്യുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് നടക്കുമ്പോൾ, ഒരു ഇമോഷണൽ സീക്വൻസ് നടക്കുമ്പോൾ നമ്മളെ ശരിക്കും ഇമ്പാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഈ ഒരു ആനിമയ്ക്കകത്തുണ്ട്. ഇതിൻ്റെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആനിമേഷനാണ്. കാരണം അത്ര ഗംഭീരമായിട്ടുള്ളൊരു ആനിമേഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കൊള്ളായിരുന്നു എന്നല്ല, കണ്ടിരിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് കുറച്ച് ആനിമേഷൻ അല്ലെങ്കിൽ ആനിമേറ്റഡ് സീക്വൻസുകളുണ്ട്. ആൻഡ് ചില ഷോട്ട്സ്, അതായത് ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസ് തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മളെ വളരെ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു സീക്വൻസിന് മുന്നേ ഇവരൊരു വാൾപേപ്പർ കൈൻഡ് ഓഫ് ഷോട്ട് കൊണ്ട് ഇതിനിടയിലോട്ട് വെക്കും. അതൊക്കെ വളരെ ഗംഭീരമാണ്. അങ്ങനത്തെ കുറച്ച് ഷോട്ട്സ് ഗംഭീരമാണ്. അതുപോലെ തന്നെ ചില സീനറീസ് ഒക്കെ കാണിക്കുന്നത് ഗംഭീരമായിട്ട് തോന്നി. അപ്പം അക്കമേഗ കിൽ എന്ന് പറയുന്നത് നമ്മളെ വളരെ ഗംഭീരമായിട്ട് പിടിച്ചിരുത്തുന്ന, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചിരുത്തുന്ന ഒരു ആനിമയാണ്. അങ്ങനെ ലാഗ് അടിപ്പിക്കത്തൊന്നുമില്ല. ഒരു അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഗംഭീര ഐറ്റം. അതുകൊണ്ട് തന്നെ കാണാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക.